നവീൻ ബാബു വിഷയത്തിൽ സിബിഐ അന്വേഷണം വേണമോ വേണ്ടയോ എന്ന് സംബന്ധിച്ച് ഹൈക്കോടതിയിൽ വാദം ആരംഭിക്കാനിരിക്കെ നവീൻ ബാബുവിന്റെ അടിവസ്ത്രത്തിൽ രക്തക്കറ ഉണ്ടായിരുന്നതായി ഇൻക്വസ്റ്റ് റിപ്പോർട്ട്. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ശരീരത്ത് പരിക്കുകൾ ഉണ്ടായിരുന്നില്ല എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അടിവസ്ത്രത്തിൽ രക്തക്കറ ഉണ്ടായിരുന്നതായി എഫ്ഐആറിലും രേഖപ്പെടുത്തിയിട്ടില്ല. കണ്ണൂർ ടൗൺ പോലീസ് നവീൻ ബാബുവിന്റെ ഇൻക്വസ്റ്റ് നടത്തുമ്പോൾ ബന്ധുക്കളാരും സാക്ഷികളല്ല. നവീൻ ബാബുവിന്റെ അടിവസ്ത്രത്തിൽ രക്തക്കറ എങ്ങനെ വന്നു? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പരിക്കുകളില്ല എന്ന് സൂചിപ്പിച്ചിരിക്കുന്നതിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ? നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ, സഹോദരൻ പ്രവീൺ ബാബു എന്നിവർക്ക് സംശയങ്ങൾ നിരവധിയാണ്. തങ്ങളുടെ സാന്നിധ്യമില്ലാതെ ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾ നടത്തിയത് മുതൽ ഇവരുടെ സംശയങ്ങൾ ആരംഭിക്കുന്നു. ബന്ധുക്കൾ പത്തനംതിട്ടയിൽ നിന്നും കണ്ണൂരിലേക്ക് എത്തുന്നതിന് മുമ്പ് തിരക്കിട്ട് എന്തിനാണ് ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ചത്? ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ അടിവസ്ത്രത്തിൽ രക്തക്കറ ഉണ്ടെന്ന് രേഖപ്പെടുത്തുകയും എഫ്ഐആറിൽ ഇക്കാര്യം എടുത്താതിരിക്കുകയും ചെയ്തത് എന്തുകൊണ്ട്? നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചത് വെറുതെയല്ല. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണത്തിൽ മഞ്ജുഷയ്ക്ക് ഒട്ടും തൃപ്തിയില്ല. ഭർത്താവിന്റെ മരണം ആത്മഹത്യയല്ല, കൊലപാതകം എന്ന് തന്നെയാണ് മഞ്ജുഷ ഉറച്ചു വിശ്വസിക്കുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നവീൻ ബാബുവിന്റെ ശരീരത്തിൽ പരിക്കുകൾ ഉണ്ടായിരുന്നില്ല എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആന്തരികാവയവങ്ങൾ രാസപരിശോധനയ്ക്കായി എടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടില്ല. ഇതും ബന്ധുക്കളിൽ സംശയം ഉണ്ടാക്കിയിട്ടുണ്ട്. നവീൻ ബാബുവിന്റെ മരണം സംബന്ധിച്ച് സിബിഐ അന്വേഷണം വേണമോ വേണ്ടയോ എന്ന് സംബന്ധിച്ച് ഹൈക്കോടതിയിൽ വാദം നടക്കാൻ പോകുന്നതേയുള്ളൂ. ഏതായാലും ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലെ അടിവസ്ത്രത്തിൽ രക്തക്കറ കണ്ടു എന്ന കാര്യം അത് മഞ്ജുഷയുടെ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ ഉന്നയിക്കുമെന്നുറപ്പ്.